അതുപോലെ ഹാപ്പി ഹിപ്പീസ്. ഞാൻ ഐശ്വര്യ. എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല ഈ ഒരു ഇൻസിഡൻറ്റ് റെക്കോർഡ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഞാനതിപ്പോൾ ഷെയർ ചെയ്യാണ്. ഞാൻ ഗോവയിൽ പോയ സമയത്ത് ഇറ്റ് വാസ് നൈറ്റ്, രാത്രിയായിരുന്നു, ബീച്ചിലായിരുന്നു. ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു. ഒരു 3 വലിയ ഗാർബേജ് കവർ, അതായത് അവിടെ ഉള്ള കഫേസിൽ നിന്ന് ആരോ എടുത്തിട്ട ഒരു ഗാർബേജ് കവറാണത്. 3 ഭയങ്കര വലിയ വലിയ സൈസിലുള്ളത് കേട്ടോ. ഞാനവിടെ ബീച്ചിൽ നിന്ന് പയ്യെ നടന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഗാർബേജ് കവറ് കടലിലോട്ട് പോകുന്നത് കണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തോ തോന്നിയിട്ട് ഞാൻ ഓടിച്ചെന്ന് ആ ഒരു ഗാർബേജ് കവറ് വെള്ളത്തിൽ നിന്ന് എടുത്ത് തിരിഞ്ഞ് വന്നപ്പോഴേക്കും അവിടെ അപ്പുറത്ത് കഫേയിൽ ഫുഡ് അടിച്ചുകൊണ്ടിരുന്ന ഗസ്റ്റുകൾ 2 പേര് കണ്ടിട്ട് മറ്റ് 2 ഗാർബേജ് കവറും കൂടി എടുത്ത് ഒരു മൂലയ്ക്ക് കൊണ്ടുവന്ന് ഇട്ടു. ഐ വാസ് സോ ഹാപ്പി. കാരണം ഞാൻ അവരെ വിളിച്ചിട്ടില്ല. അവരായിട്ട് വന്ന് ആ ഇനീഷ്യേറ്റീവ് എടുത്ത് ആ കവറ് കടലിലോട്ട് പോവാണ്ട് നീക്കി ഇട്ടപ്പോഴേക്കും എന്തോ വല്ലാത്തൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്തു. കാരണം നമുക്കറിയാം ആ ഒരു ഫുൾ വേസ്റ്റ് കടലിലോട്ട് പോവാൻ നേരത്ത്, അല്ലെങ്കിൽ ഇതിനു മുന്നേ കടലിൽ വേസ്റ്റ് എറിഞ്ഞിട്ടുള്ള കോൺസിക്വൻസസ് എന്തൊക്കെയാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നുള്ളത്. നമ്മുടെ എക്കോസിസ്റ്റം മരിച്ചു തുടങ്ങി. ഫിഷുകൾ, കടലിൽ ഉള്ള ജീവികളിൽ ഈ പ്ലാസ്റ്റിക് കഴിച്ച് അവരെ നമ്മൾ കഴിക്കാൻ നേരത്ത് നമ്മുടെ ബ്ലഡ് വെസൽസിൽ ഉള്ള പ്ലാസ്റ്റിക്. ഇപ്പോൾ റീസെൻറ്റ് സ്റ്റഡി വരെ റീസെൻ്റ്ലി 2 years പോലും ആയില്ല, അതിന് മുന്നേ തന്നെ റീസെൻറ്റ് സ്റ്റഡിയിൽ ജനിച്ച് വളരുന്ന പുതിയ കുട്ടീൻ്റെ അകത്ത് വരെ മൈക്രോ പ്ലാസ്റ്റിക്സ് ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ 3 കവർ എടുത്ത് ഞാൻ കടലിൽ പോവാണ്ട് നീക്കിയിട്ടപ്പോഴേക്കും അപ്പുറത്തുണ്ടായിരുന്ന ഒരാൾ വന്ന് എൻ്റെ അടുത്ത് എന്നെ ചീത്ത പറഞ്ഞു. ഈ വേസ്റ്റ് ഒന്നും ഇവിടെ ഇടാൻ പറ്റത്തില്ല, വേറെ എവിടെയെങ്കിലും കൊണ്ടിട്ടോളണം, എൻ്റെ കട നാളെ ഇനാഗ്രേഷനാണ്, ഓപ്പണിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കച്ചറ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു, സർ, ഞാൻ ഒരു ഗസ്റ്റാണ്, ഐ എം എ ടൂറിസ്റ്റ്. ഇത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഈ വേസ്റ്റ് കടലിൽ ഒഴുക്കാണ്ട് എവിടെയെങ്കിലും മാറ്റി വയ്ക്കുക. ഗവൺമെൻറ്റിൽ നിന്ന് വേസ്റ്റ് എടുത്തിട്ട് പോകുന്ന ആൾക്കാർ വരാൻ നേരത്തെ അവർ കൊണ്ടുപോകും. വൈ ആർ യു ഡൂയിങ് ദിസ്? അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാഴ്ചയായിട്ട് ഈ വേസ്റ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒരു ഗവൺമെൻറ്റിൽ നിന്നും ഒരാളും വന്നത് എടുത്തിട്ട് പോയിട്ടില്ല. അങ്ങനെ ഓരോ കഫേസിലും അടുത്തടുത്ത് അത്രയും വേസ്റ്റുകളുണ്ട്. ഓക്കെ, ഇതെല്ലാം അവർ കട ക്ലോസ് ചെയ്യാൻ നേരത്ത് കടലിൽ തന്നെയാണോ ഒഴുക്കണേന്ന് ചോദിച്ചാൽ എനിക്ക് സത്യമായിട്ട് അറിയത്തില്ല. പക്ഷെ അവർ പറഞ്ഞപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് കച്ചറ ഉണ്ടാക്കി. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തുകൊണ്ടത് കടലിലെറിയണം? അയാൾ അപ്പം തന്നെ ഒരു കവർ എടുത്തിട്ട് നേരെ കടലിലോട്ട് പോയി. ഞാൻ സമ്മതിച്ചില്ല. ഞാൻ ഭയങ്കര തല്ലുണ്ടാക്കി അവിടെ നിന്നിട്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് എന്നെ പിടിച്ച് മാറ്റിയിട്ട് പറഞ്ഞു, ഐഷു വേണ്ട, ഇവരിങ്ങനെയാണ്, ഇവരൊക്കെ ലോക്കൽസാണ്, നമ്മൾക്ക് ആരെയും പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാനോ ഒന്നും പറ്റത്തില്ല. അന്ന് ഞാൻ റിയലൈസ് ചെയ്ത ഒരു മൊമെൻ്റ് ആയിരുന്നു. ശരിയാ, നമുക്ക് ആരെയും പറഞ്ഞ് മനസ്സിലാക്കാനോ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത് നമ്മളെയും നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻസിനെയും എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയൊരു പ്രവൃത്തി, ആ വേസ്റ്റ് കടലിൽ കൊണ്ടുപോകാണ്ട് എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് മാറ്റി വെക്കുക എന്നുള്ളത്. ഐ ട്രൈഡ് മൈ ബെസ്റ്റ്. ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ട് ഞാൻ അടുത്തുള്ള അപ്പുറത്തും ഒരു വഴി പോലെ, ഒരു ഗല്ലി സ്ട്രീറ്റ് പോലുള്ള സ്ഥലത്ത് അവിടെയൊക്കെ ഞാൻ ചോദിച്ചു, ഈ വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് ഇടാൻ പറ്റുമോ, നാളെ അവർ വന്ന് എടുത്തിട്ട് പൊക്കോളുന്ന. ഒരൊറ്റ ആളും സമ്മതിച്ചില്ല കേട്ടോ. ഐ ഡോണ്ട് നോ, അത് ഗോവ ടൂറിസം ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രശ്നമാണോ, അതോ അവിടുത്തെ നാട്ടുകാരല്ലെങ്കിൽ കഫേ ഓണേഴ്സിന് ബുദ്ധിയില്ലായ്മയാണോ, ഒന്നും എനിക്കറിയത്തില്ല. ബട്ട് ഇറ്റ് വാസ് വെരി ബാഡ്. ഞാൻ അവിടെ നിന്ന് നടന്നു.
ഞാൻ അങ്ങടേക്ക് മുന്നോട്ട് നടന്ന് എവിടെയെങ്കിലും ഒരു വഴി, വേസ്റ്റ് ഇട്ടിരിക്കുന്ന വഴിയോ മാറ്റി ഇടാൻ പാകത്തിന്, കടലിൽ കയറാണ്ട് മാറ്റിയിടാൻ പാകത്തിന് എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ അത് തപ്പാലോ എന്ന് ഓർത്തിട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തപ്പുകയാണ്. നിയർലി ഒരു 500 meters ഞാൻ നടന്നപ്പോൾ ഒരു കഫേയും അതിൻ്റെ അടുത്തായിട്ട് ഒരു വലിയൊരു കുടില് പോലെ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഓൾറെഡി വേസ്റ്റ് എല്ലാം ഇട്ട് വെച്ചിരുന്നു. ഞാൻ ആ കഫേയിലുള്ളവരുടെ അടുത്ത് ചോദിച്ചു, ഈ വേസ്റ്റ് അവിടെ കുറച്ച് വേസ്റ്റ് കിടക്കുന്നുണ്ട്, അത് കൊണ്ടുവന്ന് ഇവിടെ ഇട്ടോട്ടെ എന്ന് ഞാൻ ചോദിച്ചപ്പോഴേക്കും അവർ ആദ്യം ഓക്കെ പറഞ്ഞു. ഒന്നും നോക്കിയില്ല, ഒറ്റ നോട്ടം ഞാൻ ഇവിടെ നിന്ന് 500 meters അങ്ങോട്ടേക്ക് ഓടി. ആ മണ്ണിൽ കൂടെ ഞാൻ ഓടി തന്നെ ചെയ്തു. പക്ഷെ വെരി സാഡ് തോട്ട് വാസ് ദാറ്റ് അതിലാകെ അവിടെ ഒരു വലിയ ഒരു ഒറ്റ കവർ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി രണ്ടും ഓൾറെഡി കടലിൽ ഒഴുക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവിടെ ചെന്നിട്ട് കണ്ടില്ല, എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ആ കവറ്, വലിയ കവർ എന്നെക്കൊണ്ട് എടുക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ ഞാനത് അവിടെ നിന്ന് വലിച്ചോണ്ട് വന്ന് ഈ കഫേൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും ലടിക്ക് ഇതൊന്നും ഇവിടെ ഇടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് പോയി ചോദിച്ചിട്ടല്ലേ ഞാൻ പോയി എടുത്തിട്ട് വന്നേന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഫ്രണ്ട് അവരുടെ അടുത്ത് കാര്യം സംസാരിച്ചു, ഇതുപോലെ കടലിലോട്ടാണ് പോകുന്നത്, നമുക്ക് തന്നെയല്ലേ അതൊരു ബുദ്ധിമുട്ട്, ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ വരുമ്പോൾ അത് എടുത്തിട്ട് പൊയ്ക്കോളുമല്ലോ, നിങ്ങളിത് എവിടെയെങ്കിലും നീക്കി വെച്ചാൽ മതി എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് നീക്കി വെച്ചു. ബട്ട് സ്റ്റിൽ അവർ എല്ലാവരെയും പോലെ കടലിൽ ഒഴിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അവർ വെച്ചോ എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാനത് വെച്ചു. എനിക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ടും ഇത്രയും അവയർനെസ് സ്പ്രെഡ് ചെയ്ത് നടന്നിട്ടും ഞാൻ ഒരു തെറ്റ് കാണാൻ നേരത്ത് അതിന് ഞാനൊരു ഇനീഷ്യേറ്റീവ് എടുത്തില്ലെങ്കിൽ എൻ്റെ ഈ ഒരു റൈഡിന് ഒരു പർപ്പസ് പോലും ഇല്ലാണ്ടായേനെ. എൻ്റെ ട്രാവലിനൊരു പർപ്പസ് അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫിന് പോലും ഒരു പർപ്പസ് ഇല്ലാണ്ടായിരുന്നേനെ. അതുകൊണ്ട് എനിക്കത് ചെയ്യാണ്ടിരിക്കാൻ പറ്റിയില്ല. ഈ സ്റ്റോറി ഞാൻ ഷെയർ ചെയ്തതിൻ്റെ റീസൺ തന്നെ നിങ്ങൾ പറയും, ഇവിടെ ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്? ഒരാഴ്ചയായിട്ട് ആ വേസ്റ്റ് കൊണ്ടുപോകാത്ത അല്ലെങ്കിൽ ഒരു പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു കൺസെപ്റ്റ് ഇല്ലാത്ത ഗോവ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ ആണോ, അല്ല ലോക്കൽസ് ആയിട്ട് അവിടുത്തെ സ്വന്തം ലോക്കൽസ് അവരുടെ സ്വന്തം നാട് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവരുടെയാണ്? ആരുടെയോ വേസ്റ്റ് ആരെന്ത് ചെയ്താൽ എനിക്കെന്താ, കടൽ പോയി തിന്നാൽ എനിക്കെന്താ എന്ന് വിചാരിക്കുന്ന മനുഷ്യന്മാരുടെയാണോ? നമ്മുടെ കുഞ്ഞു ഇനീഷ്യേറ്റീവ്സ് ആണ് നമ്മുടെ ലൈഫിലും നമ്മുടെ ഭൂമിക്കും ചേഞ്ചസ് വരുത്തുക. നിങ്ങളുടെ അടുത്ത് പുറത്തിറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്യാനൊന്നും പറയുന്നില്ല. ഒരു ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾ എഫക്റ്റ് ഉണ്ട്. ഇന്ന് ഞാൻ ട്രാവൽ ചെയ്യും, ഞാൻ മുംബൈയിലുണ്ട്, എന്തൊരു ചൂടാണെന്നറിയോ? ഒരു തുള്ളി വെള്ളം പോലും കിട്ടുന്നില്ല. സീരിയസ്ലി ഒരു തുള്ളി വെള്ളം ഇല്ല, ഫ്രീ ആയിട്ട് വെള്ളമേ കിട്ടത്തില്ല. നമ്മൾ പോകുന്നത് ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷൻ ഓഫ് ദ വേൾഡിലാണ്. നമ്മൾ കേരളത്തിലായതുകൊണ്ട് നമുക്കത് അറിയത്തില്ല. വി ആർ ഓൺ ഗോഡ്സ് ഓൺ കൺട്രി. നമുക്ക് എല്ലാം അവൈലബിൾ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മളിതൊന്നും അറിയത്തില്ല. പക്ഷേ ഒരു ഫ്ലഡ് വന്നപ്പോൾ നമ്മൾ പെട്ടായിരുന്നല്ലോ. ദാറ്റ് ഈസ് ഓൾസോ ക്ലൈമറ്റ് ചേഞ്ച്. നിങ്ങളുടെ അടുത്തൊന്നും വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു ഇനിഷ്യേറ്റീവ്സ് നമ്മൾ ചെയ്യുക. നിങ്ങൾ പോവാൻ നേരത്ത് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാൻ നേരത്ത് വേസ്റ്റുകൾ എറിയാണ്ടിരിക്കുക. റോട്ടിൽ എറിയുന്നതോ ബീച്ചിൽ എറിയുന്നതോ അതൊന്നും ചെയ്യാണ്ട് ജസ്റ്റ് കീപ് ദ വേസ്റ്റ് വിത്ത് യുവർ സെൽഫ്. ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് കാണാൻ നേരത്ത് അതിൽ കൊണ്ടുപോയി ഡംപ് ചെയ്യുക. ഇത്രയൊക്കെയല്ലേ ചോദിക്കുന്നുള്ളൂ. ഈ ചെറിയ മാറ്റം, നമ്മൾ ചെയ്യുന്നൊരു ചെറിയ മാറ്റം നാളത്തെ ഫ്യൂച്ചറിന്, അതായത് എൻ്റെ മക്കൾ, എൻ്റെ പേരമക്കൾ, അതുപോലെ നിങ്ങളുടേതായിട്ടുള്ള ഫ്യൂച്ചർ ജനറേഷൻ നമ്മൾ ചെയ്യുന്നൊരു നന്മ, ഒരു ചേഞ്ച്, അതാണ്. ഇതിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്നറിയില്ല. ബട്ട് എൻ്റെ റൈഡിൽ എൻ്റെ ലൈഫ് ഇനി എൻ്റെ ലൈഫിൻ്റെ ശ്വാസം എത്രത്തോളം ബാക്കിയുണ്ടോ അത്രത്തോളം എൻ്റെ പ്ലാനറ്റ് എർത്തിന് വേണ്ടിയിട്ടും വരാൻ പോകുന്ന ഫ്യൂച്ചർ ജനറേഷൻസിന് വേണ്ടി, എൻ്റെ മക്കളെന്ന് മാത്രമല്ല, അത് അങ്ങനെ കാണുകയാണെങ്കിൽ എനിക്കും എല്ലാവരെ പോലെ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അതിന് ആ ആൾക്കാരുണ്ടല്ലോ, ഇതിന് ഈ ആൾക്കാരുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിന്നാൽ മതി. ദാറ്റ് ഈസ് നോട്ട് ദ തിങ്. ഇനീഷ്യേറ്റീവ് എടുക്കാണ്ട് വരുന്നവർക്ക് ആ സിറ്റുവേഷനിൽ എൻ്റെ പ്ലാനറ്റിനെ രക്ഷിക്കാൻ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂ ആ ഒരു ഇനീഷ്യേറ്റീവ് ഞാൻ എടുക്കുന്നു. വലുതൊന്നും അല്ല മാറ്റർ, ഇറ്റ്സ് ജസ്റ്റ് വൺ ടൈനി തിങ്. ഒരു ചെറിയ കാര്യം ആണ് ബട്ടർഫ്ലൈ എഫക്റ്റ് ആയിട്ട് മാറുന്നത്. സോ നിങ്ങൾ കമൻസിൽ പറയും ഇത് ആരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്.
നമുക്ക് അവയർനെസ് കുറഞ്ഞു പോയതാണോ അതോ ഇവിടെ ഗവൺമെൻറ് ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ടും ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടും ഒരു ഇനീഷ്യേറ്റീവ് പോലും എടുക്കാത്തതാണോ ഇവിടുത്തെ പ്രശ്നമെന്ന്. ഓക്കെ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.